ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബൈസിക്കിൾ തീവ്സ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഗരീബി ഓർ ഉദാസി കി തുലന ധൂപ് സേ കി ഹെ ക്യൂ. അപ്പോൾ ഗരീബി ദാരിദ്ര്യം, അതുപോലെ തന്നെ ഉദാസി വിഷമം, ഇതിനെ രണ്ടിൻ്റെയും തുലന എന്ന് വെച്ചാൽ കമ്പാരിസൺ, താരതമ്യം ചെയ്യുക. ഇതിനെ രണ്ടിനെയും ധൂപ്പ് അഥവാ വെയിലായിട്ടാണ് താരതമ്യം ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ഫിल्म में दूसरे विश्व युद्ध के बाद का इटली दिखाया गया है. ഫിल्മില് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഇറ്റലിയുടെ ദൃശ്യമാണുള്ളത്. ജിസ് പ്രകാർ ധൂപ് ഹർ ജഗ ഛായി രഹത്തി ഹെ, ഉസി പ്രകാർ ഉദാസി और ഗരീബി പൂരെ ദേശ് മേ ഛായി ഹുയി थी. എങ്ങനെയാണോ വെയില് എല്ലായിടത്തും പരന്ന് കിടക്കുന്നത് അല്ലെങ്കിൽ വ്യാപിച്ചു കിടക്കുന്നത്, അതുപോലെയാണ് ഉദാസി വിഷമവും ഗരീബി ദാരിദ്ര്യവും ആ രാജ്യത്തിൽ മുഴുവൻ വ്യാപിച്ച് കിടന്നിരുന്നത്. इसलिए गरीबी और उदासी की तुलना धूप से की गई है. അതുകൊണ്ടാണ് ദാരിദ്ര്യത്തിന്റെയും അതുപോലെ തന്നെ വിഷമത്തിന്റെയും ഒക്കെ താരതമ്യം എന്തിനായിട്ട് ചെയ്തിട്ടുള്ളത്? വെയിലിനായിട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബിഖർത്തി മാനവത കാ ക്യാ താത്പര്യ ഹെ. ചിതറുന്ന മനുഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തിന്റെ അർത്ഥം, അതുകൊണ്ട് എന്താണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്, ലേഖകൻ അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ബിഖർത്തി മാനവത കാ താത്പര്യ നഷ്ട ഹോത്തെ മാനവീയ മൂല്യോ സെ ഹെ. മൂല്യവും എന്നുണ്ട് കേട്ടോ, ഇവിടെ ഡോട്ട് ഉണ്ട്, അത് കാണുന്നില്ല ഈ പിക്ചറിൽ. മാനവീയ മൂല്യോ സെ ഹെ ലോഗോ കെ മൻ സെ മാനവികത കരുണ ഈമാൻദാരി ജैसे മൂല്യ ധീരെ ധീരെ ഖത്തം ഹോ രഹി ഹെ. അതായത് ബിഖർത്തി മാനവത എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നഷ്ട ഹോത്തെ മാനവീയ മൂല്യോ സെ ഹെ, അതായത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവിക മൂല്യങ്ങളെ കുറിച്ചാണ് ബിഖർത്തി മാനവത എന്ന് പറയുന്ന പ്രയോഗം ഉദ്ദേശിക്കുന്നത്. ലോഗോ കെ മൻ സെ മാനവികത കരുണ ഈമാൻദാരി ജैसे മൂല്യ ധീരെ ധീരെ ഖത്തം ഹോ രഹി ഹെ. ഹേ കഴിഞ്ഞിട്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇടണേ. അപ്പോൾ ആളുകളുടെ മനസ്സിൽ നിന്ന് മാനവികത എന്ന് വെച്ചാൽ മനുഷ്യത്വം, പിന്നെ കരുണ, ഈമാൻദാരി എന്ന് വെച്ചാൽ സത്യസന്ധത, ജैसे മൂല്യ അതുപോലെയുള്ള മൂല്യങ്ങൾ ധീരെ ധീരെ പതിയെ പതിയെ ഖത്തം ഹോ രഹി ഹെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്നി ഈമാൻദാരി ഭൂഖ് സെ ടക്രാനെ പർ ആപ് ക്യാ കരേംഗെ. അതായത് നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ വിശപ്പും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. अगर मेरी ईमानदारी भूख से टकराए तो मैं चोरी करने के बजाय किसी से मदद लेना या कोई ईमानदार रास्ता तलाशना चुनूंगी. ഇനിയിപ്പം എന്തെങ്കിലും എൻ്റെ ഈമാൻദാരിയും എൻ്റെ ഭൂക്കും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു സമയം വരാണെന്നുണ്ടെങ്കിൽ ഞാൻ മോഷണം ചെയ്യുന്നതിന് പകരം ചോരി കർണിക്ക് ബജായ് എന്ന് വെച്ചാൽ അതാണ് കിസി സെ മദദ് ലേന, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മദദ് എന്ന് വെച്ചാൽ ഹെൽപ്പ് വാങ്ങിക്കുക, എന്തെങ്കിലും സഹായം തേടുക. യാ കോയി ഈമാൻദാർ രാസ്ത തലാഷ്ന, അല്ലെങ്കിൽ ഏതെങ്കിലും സത്യസന്ധമായിട്ടുള്ള വഴി, തലാഷ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷിക്കുക, ചുനൂങ്കി ചൂസ് ചെയ്യും എന്നുള്ളതാണ്, സെലക്ട് ചെയ്യും. ഞാൻ മോഷണത്തിന് പകരം ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ചൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. മുഷ്കിൽ ഹാലാത്ത് മേ ഭി സഹി രാസ്ത ചുന്ന ഇൻസാനിയത് കോ ബച്ചായി റക്താ ഹെ. ബുദ്ധിമുട്ടുള്ള ഹാലാത്ത് എന്ന് വെച്ചാൽ സാഹചര്യം, അവസ്ഥയിലും സഹി രാസ്ത ചുന്ന ശരിയായ മാർഗം തിരഞ്ഞെടുക്കുക, ചുന്ന എന്ന് വെച്ചാൽ അതാണ് സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക. ഇൻസാനിയത് കോ ബച്ചായി റക്താ ഹെ, അങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഇൻസാനിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യത്വത്തിനെ ബച്ചായി റക്താ ഹെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് വെക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുഷ്കിൽ ദിൻ ഹെ ജിസ്കാ സാമന കർനെ നിക്ലി എക് ഭീഡ് ഹെ, ഇസ്കാ ക്യാ താത്പര്യ ഹെ. ബുദ്ധിമുട്ടുള്ള ദിവസമാണ് അല്ലെങ്കിൽ ദിവസങ്ങളാണ്. ജിസ്കാ സാമന കർനെ, അതിനെ നേരിടാനായിട്ട് നിക്ലി എക് ഭീഡ് ഹെ, നേരിടാനായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു ആൾക്കൂട്ടമാണ്, തിരക്കാണ്. ഇസ്കാ ക്യാ താത്പര്യ ഹെ, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. इस वाक्य का तात्पर्य है कि कठिन परिस्थितियों का सामना करने के लिए बहुत से लोग एकजुट होकर आगे बढ़ रहे हैं. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണേ. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഠിൻ പരിസ്ഥിതിയോ കാ സാമന കർണേക്ക് ലിയെ, ബുദ്ധിമുട്ടുള്ള പരിസ്ഥിതി എന്ന് വെച്ചാൽ സാഹചര്യങ്ങളെ നേരിടാനായിട്ട് ബഹത് സെ ലോക ഒരുപാട് ആളുകൾ ഏക്ജുട്ട് ഹോക്കർ ഒന്നിച്ച് ആകെ ബഡ് രഹേ ഹെ മുന്നോട്ട് പോവുകയാണ്, മുന്നോട്ട് നടക്കുകയാണ് എന്നാണ് പറയുന്നത്.
नेक्स्ट क्वेश्चन, हम अकेले नहीं है, इसकी പ്രാസംഗികത पर विचार प्रकट करें. അതായത് ഹം അക്കേലെ നഹി ഹെ, നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഈ ഒരു വാക്യം ഉണ്ടല്ലോ, ഇതിന്റെ പ്രാസംഗികത എന്ന് വെച്ചാൽ ഇതിന്റെ പ്രസക്തി, അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് എഴുതാനാണ് പറയുന്നത്. ലേഖകൻ തന്നെ പറയുന്നുണ്ട് അതിന്റെ കാര്യം. ഇസ് വാക്യ സെ ലേഖക് കാ താത്പര്യ ഹെ कि जिस मुश्किल से हम जूझ रहे हैं वह सिर्फ हमारी ही मुश्किल नहीं है. അതായത് ലേഖകൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ബുദ്ധിമുട്ടുകളിലൂടെയാണോ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണോ ജൂജ് രഹേ ഹെ, കടന്നു പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണോ നമ്മൾ ബുദ്ധിമുട്ടുന്നത്, ആ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നത് നമ്മൾ മാത്രമല്ല എന്നാണ്. अनेक देशों में अनेक अन्य भाषाएं बोलने वाले लोग हैं जो हमारी जैसी खुशियों से खुश रहते हैं और हमारे जैसे दुखों से टूट भी जाते हैं. അപ്പം മറ്റ് പല രാജ്യങ്ങളിലും പല പല ഭാഷകൾ സംസാരിക്കുന്ന പല പല വ്യക്തികൾ നമ്മളെപ്പോലെയുള്ള നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള സന്തോഷങ്ങൾ, ഹമാരി ജൈസി ഖുഷിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്, അതുപോലത്തെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുകയും ഓർ ഹമാരി ജൈസെ ദുഃഖോസെ, നമ്മളെപ്പോലുള്ള നമ്മൾ ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള നമ്മളുടേതായ വിഷമതകൾ, അത്തരം വിഷമതകളിലൂടെ കടന്നുപോയിട്ട് ടൂട്ട് ബി ജാത്തെ ഹെ, ഇങ്ങനെ ബ്രേക്ക് ചെയ്തിരിക്കുന്നവരും ഉണ്ട്, തകർന്നു പോയവരും ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് അതിന്റെ പ്രസക്തി. കാരണം ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മാത്രമുള്ളതല്ല, അതേ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന എത്രയോ വ്യക്തികൾ ഈ ലോകത്തിന്റെ പല പല ഭാഗത്തായിട്ട് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അടുത്തതായിട്ട് ആക്ടിവിറ്റീസ് നോക്കാം. प्रत्येक वाक्य के रेखांकित शब्दों का संबंध पहचाने और वाक्यों की पूर्ति करें. താഴെ തന്നിട്ടുള്ള സെന്റൻസസിൽ രേഖാങ്കിത് എന്ന് വെച്ചാൽ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ആ വാക്കുകളും ആ സെന്റൻസുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് ബാക്കി വാക്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആന്റോണിയോ സൈക്കിൾ ചലാത്ത ഹെ. അപ്പൊ ആന്റോണിയോ എന്ന് പറയുന്നത് അതിലെ സബ്ജക്റ്റ് ആണ്. ചലാത്ത ഹെ എന്ന് പറയുമ്പോൾ അയാൾ ചെയ്യുന്ന ഒരു കാര്യം, വേർബാണ് ചലാന എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അത് തമ്മിലുള്ള ബന്ധം. ആന്റോണിയോ ഓർ ബ്രൂണോ സൈക്കിൾ ഡൂൺതേ ഹെ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ആന്റോണിയോ മാത്രമാണ് ഉണ്ടായിരുന്നത് ആദ്യത്തെ സെന്റൻസിൽ, അവിടെ ചലാത്ത ഹെ എന്നാണ് പറഞ്ഞത്. പക്ഷെ രണ്ടാമത്തെ സെന്റൻസിൽ ആന്റോണിയോ ഉണ്ട്, ബ്രൂണോ ഉണ്ട്. അവർ രണ്ടുപേരും വന്നപ്പോൾ അത് പ്ലൂറലായി, രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സൈക്കിൾ ഡൂൺതേ ഹെ എന്നാണ്, അന്വേഷിക്കുന്നു. അത് ഡൂൺത എന്നല്ല എഴുതിയത്, ഡൂൺതേ എന്നാണ് എഴുതിയത്. കാരണം ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അങ്ങനെ വ്യത്യാസം വരും സബ്ജക്റ്റില്, അല്ലെങ്കിൽ നമ്മൾ എത്ര ആളുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരും. ആന്റോണിയോ की पत्नी मारिया घर के सामान बेचती है. ആന്റോണിയോയുടെ ഭാര്യയായിട്ടുള്ള മരിയ വീട്ടിലെ സാധനങ്ങൾ വിൽക്കുന്നു. അപ്പൊ മരിയ എന്ന് പറയുന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ട് ബേച്തി ഹെ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിപ്പോ ആന്റോണിയോ ആണ് ഘർ കെ സാമാൻ വിറ്റത് എന്നുണ്ടെങ്കിൽ അവിടെ ബേച്ത ഹെ എന്നാണ് എഴുതുക, അല്ലെങ്കിൽ ബ്രൂണോ ആണെങ്കിലും ബേച്ത ഹെ എന്നാണ് എഴുതുക. ഓക്കെ, ഇനി അടുത്തത് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് രണ്ട് സെന്റൻസ്. ബാലക് സൈക്കിൾ ഖോജ്നെ നിക്കൽന എന്നുള്ള വാക്കാണ് തന്നേക്കുന്നത്. അപ്പോൾ നിക്കൽത്ത ഹെ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ബാലിക സൈക്കിൾ ഖോജ്നെ നിക്കൽത്തി ഹെ. അപ്പോൾ ബോയ് ആയതുകൊണ്ട് ആദ്യത്തെ സെന്റൻസിൽ നിക്കൽത്ത എന്നും രണ്ടാമത്തെ ബാലിക അത് പെൺകുട്ടി ആയതുകൊണ്ട് നിക്കൽത്തി ഹെ എന്നുമാണ് എഴുതേണ്ടത്. അടുത്തതായിട്ട് നമൂനയ്ക്ക് അനുസാർ വാക്യോ കോ ജോഡ് കർ ലിഖേ. നമൂന എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ, താഴെ തന്നിരിക്കുന്ന ഉദാഹരണം അല്ലെങ്കിൽ എക്സാമ്പിൾ നോക്കിയിട്ട് അതേപോലെ അതിന്റെ താഴെയുള്ള ക്വസ്റ്റ്യൻ എഴുതാനാണ് പറയുന്നത്. ഉസേ പത്താ ഹെ ചോരി ബുരി ചീസ് ഹെ. രണ്ട് സെന്റൻസ് ആണ് അത്. അയാൾക്ക് അറിയാം എന്താണ് മോഷണം മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന്. ആ രണ്ട് ചെറിയ സെന്റൻസിനെ കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ സെന്റൻസ് ആക്കുമ്പോൾ ഈ കീ എന്ന് പറയുന്ന, അതായത് ഇടത്തോട്ട് വള്ളി വരുന്ന കീ ആണ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് സെന്റൻസ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഉസേ പത്താ ഹെ കി ചോരി ബുരി ചീസ് ഹെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത സെന്റൻസ് എങ്ങനെയാണ് അങ്ങനെ എഴുതേണ്ടത്, അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നോക്കാം. ഉൻഹെ ഉമ്മീദ് ഹെ സൈക്കിൾ മിലേഗി. അപ്പോൾ ഉൻഹെ ഉമ്മീദ് ഹെ, അവർക്ക് ഹോപ്പ് ഉണ്ട്, അവർക്ക് പ്രതീക്ഷ ഉണ്ട്. സൈക്കിൾ മിലേഗി, സൈക്കിൾ കിട്ടുമെന്ന്. അത് രണ്ടും രണ്ട് സെന്റൻസ് ആണ്. അതിനെ കമ്പൈൻ ചെയ്തിട്ട് ഇതേപോലെ തന്നെ എഴുതുക, ഈസിയാണ്. ഉൻഹെ ഉമ്മീദ് ഹെ കി സൈക്കിൾ മിലേഗി. അടുത്ത ക്വസ്റ്റ്യൻ, किसी मनपसंद सिनेमा की विशेषताओं का उल्लेख करते हुए एक फिल्मी लेख തയ്യാർ കരി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മൂവിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഫിൽമി ലേഖ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ
താരെ ജമീൻ പറിനെ കുറിച്ചിട്ടുള്ള ഫിൽമി ലേഖാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ലേഖ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു മൂവി കാണുകയും ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ അടുത്ത ചാപ്റ്ററിലും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇത് ഉപയോഗപ്പെടുത്താം. അതുകൊണ്ടാണ് താരെ ജമീൻ പർ തന്നെ എഴുതാനായിട്ടുള്ള കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. താരെ ജമീൻ പർ ഫിലിം ഈശാൻ നാം കെ എക് ബच्चे की कहानी है. താരെ ജമീൻ പർ എന്ന് പറയുന്ന ആ ഒരു മൂവി ഇഷാൻ എന്ന പേരുള്ള ഒരു കുട്ടിയുടെ കഥയാണ്. ईशान को डिसलेक्सिया नाम की बीमारी होती है जिसमें बच्चे को पढ़ने लिखने में कठिनाई होती है. ഈശാന് ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു ബീമാരി, ഒരു അസുഖമാണുള്ളത്. ജിസ്മേ ബച്ചേക്കോ, അതിലെ കുട്ടിക്ക് അല്ലെങ്കിൽ സാധാരണ ഇത് ബാധിക്കുന്ന കുട്ടികൾക്ക് പഠനേ ലിഖ്നേ മേ കഠിനായി ഹോത്തി ഹെ, വായിക്കാനും എഴുതാനൊക്കെ ബുദ്ധിമുട്ടാണ്, പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. शुरू से ईशान चित्रकला में माहिर था लेकिन उसके माता पिता और शिक्षक उसकी कला को समझ नहीं पाए. शुरू से എന്ന് വെച്ചാൽ തുടക്കം മുതൽ തന്നെ ഈശാൻ ചിത്രകലാ മേ മാഹിർ था, അതായത് കുട്ടി പെയിന്റിങ്ങില് ചിത്രം വരയില് വളരെ എക്സ്പേർട്ട് ആയിരുന്നു, നല്ല രീതിയിൽ അത് ചെയ്യുമായിരുന്നു. ലേക്കിൻ പക്ഷേ ഉസ്കെ മാതാപിത, അവന്റെ അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ ശിക്ഷക്, അവന്റെ ടീച്ചേഴ്സിനും ഒന്നും ഉസ്കി കലാക്കോ സമജ് നഹി പായി, അവന്റെ കഴിവ് സമജ്ന എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, അത് മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ല, തിരിച്ചറിയാനായിട്ട് പറ്റിയില്ല. വേ സോച്ച്തേ ഥേ കി വ ആൽസി ഹെ, അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത് അവൻ ആൽസി എന്ന് വെച്ചാൽ അവൻ മടിയനാണ് എന്നുള്ളതാണ്. ഇസ്ലിയെ പഠായി സെ ഭാഗ്താ ഹെ, അതുകൊണ്ടാണ് അവൻ ഈ പഠിക്കുന്ന കാര്യം പറയുമ്പോഴേക്കും ഓടി രക്ഷപ്പെടുന്നത് എന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഭാഗ്ന എന്ന് വെച്ചാൽ ഓടുക. ഇസി വജഹ സെ ഉസ്കോ ബഹുത് ദൂർ एक ബോർഡിംഗ് സ്കൂൾ മേ ഭേജ് ദിയാ ജാതാ ഹെ, അതുകൊണ്ട് തന്നെ അവനെ ഒരുപാട് ദൂരെയുള്ള ഒരു ബോർഡിംഗ് സ്കൂളിൽ ഭേജ് ദിയാ ജാതാ ഹെ എന്ന് വെച്ചാൽ പറഞ്ഞയക്കപ്പെടുന്നു, അവനെ അവിടേക്ക് പറഞ്ഞു വിടുകയാണ് ഇവര്. അടുത്ത പാരഗ്രാഫ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഈശാൻ ക ജീവൻ തബ് ബദൽता है जब नया कला शिक्षक राम शंकर निकुंभ उसकी कक्षा में आते हैं. ഈശാന്റെ ജീവിതം തബ് ബദൽता है, എപ്പോഴാണ് മാറുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ജബ് നയാ കലാ ശിക്ഷക്, പുതിയ ആർട്സ് ടീച്ചർ ആയിട്ടുള്ള രാം ശങ്കർ നികുംബ് ഉസ്കി കക്ഷാ മേ ആത്തെ ഹെ, അവന്റെ ക്ലാസ്സിൽ വരുമ്പോഴാണ്. വേ ഉസ്കി സമസ്യ കോ പെഹചാൻതെ ഹെ, അദ്ദേഹം അവന്റെ സമസ്യ, അവന്റെ ബുദ്ധിമുട്ട് കോ പെഹചാൻതെ ഹെ, മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു. ഓർ പ്യാർ സെ ഉസ്കി മദദ് കർത്തെ ഹെ, എന്നിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നു. മദദ് കർണാന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യുക. എന്നിട്ട് അവന്റെ പ്രശ്നം മനസ്സിലാക്കി അവനെ സഹായിക്കുന്നു. ഓർ ഉസെ പഠാത്തെ ഹെ, എന്നിട്ട് അവനെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അധ്യാപക് റാം ईशान की परेशानी बहुत जल्दी समझ गए थे क्योंकि वे खुद भी उससे गुजरे हैं. അപ്പോൾ അധ്യാപകനായിട്ടുള്ള റാമിന് ഈശാന്റെ പ്രശ്നം, പരേഷാനി എന്ന് പറഞ്ഞ പ്രശ്നം ബഹുത് ജൽദി സമജ് ഗയേ थे, അദ്ദേഹത്തിന് അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ക്യോങ്കി വേ ഖുദ് ബി ഉസ്സെ ഗുസ്രേ ഹെ, കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ അദ്ദേഹത്തിനും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഇതിലൂടെ കടന്നു പോയിട്ടുണ്ട്, അതാണ് ഗുസ്രേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഉൻകി മദദ് സെ ഈശാൻ അപ്നി छुपी हुई प्रतिभा दिखाता है और ചിത്രകലാ സെ സബ്കാ ദിൽ ജീത് ലേത്താ ഹെ, അദ്ദേഹത്തിന്റെ ഹെൽപ്പോട് കൂടി ഇഷാൻ തന്റെ മറഞ്ഞിരിക്കുന്ന, ഛുപ്പി ഹുയി എന്ന് വെച്ചാൽ മറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രതിഭ എല്ലാവരുടെ മുന്നിലും തുറന്നു കാണിക്കുകയാണ്. ഓർ ചിത്രകലാ സെ സബ്കാ ദിൽ ജീത് ലേത്താ ഹെ, എന്നിട്ട് ഈ ചിത്രകലയിലൂടെ എല്ലാവരുടെയും മനസ്സ് പിടിച്ചെടുക്കുകയാണ്. राम शंकर निकुंभ से मिलने से पहले ईशान ने खुद को बहुत अकेला पाया क्योंकि कोई भी उसको समझता नहीं था. രാം ശങ്കർ നികുംബ് എന്ന് പറയുന്ന ഈ ഒരു ആർട്സ് ടീച്ചർ വരുന്നതിന് മുൻപായിട്ട് ഈശാനെ ഖുദ് കോ ബഹുത് അക്കേല പായ, ഈശാൻ വളരെ ഒറ്റപ്പെട്ടാണ് ഇരുന്നത്. അക്കേല ഹോന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റപ്പെടുക. ക്യോങ്കി കോയി ബി ഉസ്കോ സമജ്താ നഹീ ഥാ, കാരണം എന്താ വെച്ചാൽ ആ സ്കൂളിൽ വേറെ ആരും കുട്ടിയെ മനസ്സിലാക്കില്ലായിരുന്നു. യഹ് ഫിലിം ഹമേ സിഖാത്തി ഹെ കി ഹർ ബച്ച വിശേഷ് ഹോത്താ ഹെ, ഈ ഒരു സിനിമ നമ്മളെ പഠിപ്പിക്കുന്നത്, സിഖാന എന്ന് വെച്ചാൽ പഠിപ്പിക്കുക, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർ ബച്ച, ഓരോ കുട്ടിയും അല്ലെങ്കിൽ എല്ലാ കുട്ടികളും വിശേഷ് ഹോത്താ ഹെ, അതായത് സ്പെഷ്യൽ ആണ്. और उसे समझने तथा प्रोत्साहित करने से ही उसकी असली क्षमता सामने आती है. ആ ഓരോ കുട്ടികളെയും മനസ്സിലാക്കുകയും അതുപോലെ തന്നെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതിലൂടെ മാത്രമാണ് അവരുടെ അസ്ലി എന്ന് വെച്ചാൽ അവരുടെ യഥാർത്ഥമായ ക്ഷമത, കഴിവ് സാമനെ ആത്തി ഹെ, നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്, മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. അടുത്തതായിട്ട്
आपके स्कूल के फिल्मोत्सव में बाइसिकल थीव സിനിമ का प्रदर्शन होने वाला है इसके लिए एक പോസ്റ്റർ തയ്യാർ കരേ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്കൂളിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഓർഗനൈസ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഈ ബൈസിക്കിൾ തീവ്സ് എന്ന് പറഞ്ഞ സിനിമ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ റെഡിയാക്കാനാണ് പറയുന്നത്. അപ്പോൾ ആ പോസ്റ്റർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. പോസ്റ്റർ, നോട്ടീസ്, ലെറ്റർ, ഡയറി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അഡ്വർടൈസ്മെന്റ്, വിജ്ഞാപൻ ഇതൊക്കെ എഴുതുന്ന സമയത്ത് എപ്പോഴും ഒരു ഔട്ട്ലൈൻ വരയ്ക്കേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കുക, എന്നിട്ട് പോസ്റ്റർ എന്നുള്ളൊരു ഹെഡിങ് എഴുതുക. ആദ്യം മുകളിൽ പോസ്റ്റർ എന്ന് എഴുതുക, താഴെ സ്കൂളിന്റെ പേര് എഴുതുക. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പബ്ലിക് എക്സാമിനൊക്കെ എഴുതുമ്പോൾ 8th-ലും 9th-ലും അത്ര പ്രശ്നമില്ല, പക്ഷെ 10th-ലൊക്കെ നിങ്ങളുടെ സ്കൂളിന്റെ ശരിക്കുള്ള പേര് എഴുതരുത് എന്നാണ് പറയുക. അപ്പം ഇവിടെ റാൻഡമായിട്ട് ABC സ്കൂൾ താരാപൂർ വെറുതെ ഒരു പേര് എഴുതിയതാണ്. ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പേര് എഴുതുക. ശരിക്കുള്ളൊരു സ്കൂൾ ആവണം എന്നില്ല, നിങ്ങൾക്ക് റാൻഡമായിട്ടുള്ള ഒരു പേര് കൊടുക്കാം. ഇനിയിപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതാൻ പറയുകയാണെങ്കിൽ അങ്ങനെ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്തോളൂ കേട്ടോ. പോസ്റ്റർ അല്ലെങ്കിൽ എക്സാമിനൊക്കെ എഴുതുമ്പോൾ അങ്ങനെ എഴുതിക്കോളൂ. പക്ഷെ സാധാരണയായിട്ട് നമ്മുടെ ശരിക്കുള്ള സ്കൂളിന്റെ പേര് എഴുതരുത് എന്നാണ് പറയുക. പിന്നെ അടുത്തതായിട്ട് എന്താണ്, ഫിൽമോത്സവ് എന്നുള്ളതാണല്ലോ പരിപാടി. അപ്പോൾ സ്കൂളിന്റെ പേരിന്റെ താഴെ ഫിൽമോത്സവ് 2025 എന്ന് ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഫിലിമിന്റെ പേര് ബൈസിക്കിൾ തീവ്സ്. അടുത്തതായിട്ട് തിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് 20th September 2025. പിന്നെ എന്താണ്, സമയം दोपहर 2 बजे. दोपहर എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് 2 മണിക്ക്. സ്ഥാൻ സ്കൂൾ ഓഡിറ്റോറിയം അല്ലെങ്കിൽ സഭാഗൃഹം എന്ന് എഴുതാറുണ്ട്. ഓഡിറ്റോറിയം എന്ന് എഴുതിയതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പം മെയിനായിട്ട് ഫിലിമിന്റെ പേര്, ഡേറ്റ്, സമയം, എവിടെയാണ് പരിപാടി നടക്കുന്നത് അത് എന്തായാലും എഴുതണം, മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇപ്പൊ എഴുതിയിട്ടുള്ള ഈ കാണിക്കുന്ന സെന്റൻസ് ഉണ്ടല്ലോ, ഏക് പിതാ ഓർ പുത്ര കെ സംഘർഷ് കി കഹാനി, ഇത് എഴുതണം നിർബന്ധമില്ല, പക്ഷെ എഴുതുവാണെങ്കിൽ നല്ലതാണ്. കാരണം ആ മൂവിനെ കുറിച്ചിട്ടുള്ളൊരു സെന്റൻസ് ആണത്. ഒരു മകന്റെയും അച്ഛന്റെയും സംഘർഷത്തിന്റെ കഥ എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ താഴെ സബ്കാ ഹാർദിക് സ്വാഗത് എന്ന് എഴുതുക. എന്ന് വെച്ചാൽ എല്ലാരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.